السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിലെ 19ാമത്തെ സുദിനത്തിൽ നോമ്പുകാരായി അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് നാം നിലകൊള്ളുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തമുള്ള അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു, വലാ തംശി ഫിൽ അർളി മറഹ, ഈ ദുനിയാവിൽ നീ ഒരിക്കലും അഹങ്കാരിയായി പൊങ്ങച്ചക്കാരനായി നീ നടക്കാൻ പാടില്ല. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ വലിയ പ്രാധാന്യം നേടിയ വ്യക്തിയാണ്. വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സൂക്തവും തന്നെയുണ്ട്. അദ്ദേഹം പ്രവാചകനാണോ അതല്ല അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണോ? രണ്ട് അഭിപ്രായം ഉലമാക്കൾക്കിടയിലുണ്ട്. പ്രബല അഭിപ്രായം ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളതാണ്. മഹാനുഭാവൻ തന്റെ പ്രിയപ്പെട്ട മകനെ ഉപദേശിക്കുന്നതായും കാണാം, വലാ തംശി ഫിൽ അർളി മറഹ, മോനെ, ഈ ദുനിയാവിൽ നീ പൊങ്ങച്ചം വെച്ച് അഹന്ത വെച്ച് നടക്കാൻ പാടില്ല. മൻ തവാദഅ റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വദഅഹുല്ലാഹ്, ആരൊരു ഈ ദുനിയാവിൽ വിനയം കാണിച്ചുവോ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നതാണ്. അവൻ എന്ത് ലക്ഷ്യം വെച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യത്തിലേക്ക് അവനെ പൂർത്തീകരിക്കുന്നതാണ്. വമൻ തകബ്ബറ വദഅഹുല്ലാഹ്, ആരെങ്കിലും ഈ ദുനിയാവിൽ അഹന്ത വെച്ചുകൊണ്ട് പൊങ്ങച്ചം വെച്ച് ഞാൻ വലിയവനാണ്, എന്നേക്കാൾ വലിയ ഉന്നതിയിലുള്ള ആരും തന്നെ ഈ ദുനിയാവിലില്ല എന്ന രീതിയിൽ നടന്നാൽ അല്ലാഹു അവനെ താഴ്ത്തുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിശേഷണമുള്ള വിനയമുള്ള സാന്നിധ്യങ്ങൾ നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് സഹോദരങ്ങളെ കിബർ, എന്താണ് അഹങ്കാരം എന്നുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോടായി പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ കിബർ, അണുമണി തൂക്കം ഹൃദയത്തിൽ കിബറുള്ളവൻ, അഹങ്കാരമുള്ളവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ സഹാബത്തിൽ ഒരു വ്യക്തി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, ഒരു വ്യക്തി നല്ല വസ്ത്രം ധരിക്കുകയും നല്ല ചെരുപ്പിടുകയും ചെയ്യുന്നത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. ഒരു വ്യക്തി നല്ല വസ്ത്രം ധരിക്കലും നല്ല ചെരുപ്പിടലും ഒരിക്കലും ഇസ്ലാമിനെതിരല്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സുന്ദരനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പാകെ നടക്കുക എന്നുള്ളത് ഒരിക്കലും അഹങ്കാരിയുടെ ലക്ഷണമല്ല. മറിച്ച് കിബർ കൊണ്ട്, അഹങ്കാരം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ബത്തറുൽ ഹഖി വഗംതുൻ നാസി, സത്യത്തെ മറച്ചു വെക്കലും ജനങ്ങളെ അവഗണിക്കലുമാണ്. പാവപ്പെട്ട ജനങ്ങൾ തന്റെ അടുക്കലേക്ക് വരുമ്പോൾ, റമദാനിൽ നമ്മൾ 5 വഖത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ യാചകരാകുന്ന പട്ടിണി പാവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവരെ തൃണവൽഗണിച്ചുകൊണ്ട് നമ്മുടെ പേഴ്സിൽ നിന്ന് വലിയ നോട്ടുകെട്ടുകൾക്കിടയിൽ നിന്ന് ചെറിയൊരു തുട്ടെടുത്ത് അവരുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ് അഹങ്കാരത്തോടുകൂടിയുള്ള നിന്റെ നടത്തം, സത്യത്തിൽ അത് ജനങ്ങളെ അവഗണിക്കലാണ്. മുസ്ലിമീങ്ങളാവുന്ന നമ്മൾ അത് അശ്രദ്ധരാണ്. ആ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമാണ് വിനയം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഭക്ഷണം ഇടത് കൈകൊണ്ട് കഴിക്കുന്ന ഒരു അനുയായിയോട് വിവിധങ്ങൾ പറഞ്ഞു, നീ ഇടത് കൈകൊണ്ട് കഴിക്കാതെ വകുൽ ബി യമീനിക, നിന്റെ വലത് കൈകൊണ്ട് കഴിക്കുക. ജനങ്ങൾക്ക് മുമ്പാകെ തന്നെ ഉപദേശിച്ചതാകുന്ന പ്രവാചകനോട് അദ്ദേഹം മറുപടി നൽകി, എന്റെ വലത് കൈ ചലിപ്പിക്കാൻ പറ്റൂല എന്ന് അഹങ്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞു. ചരിത്രത്തിൽ കാണാം, പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന് വലത് കൈ പൊക്കാൻ സാധിച്ചില്ലത്ര. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനാദരവ് കേടാണ്. പ്രവാചകനോട് വിനയം കാണിച്ചില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അദ്ദേഹത്തിന്റെ വലത് കൈ പിന്നീട് ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നമ്മൾ വിനയമുള്ളവരാകുക. എത്ര വിനയം നമുക്കുണ്ടാകുന്നോ അത്രത്തോളം തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉയർച്ച നൽകുന്നതാണ്. ഖസാനത്തുൽ ഇൽമി മൻ കാന തുസഖിലുഹു യംശി ബിഹാ ഖാദിഅൻ മിഖ്ദാര അസ്ഖാലി വയസ്ജുദുൽ ഗുസ്ലു ബിൽ അസ്മാരി ഇദ് ഹമലത് അശ്ജാറുഹു ദാലിയൻ മിൻ ബഅദി ഇദ്ലാലി എന്നൊരു മഹാകവി ലോകത്തിന് മുമ്പാകെ പാടി പഠിപ്പിക്കുകയുണ്ടായി. വിജ്ഞാനമുള്ള ആളുകൾ എപ്പോഴും അവർ വിനയമുള്ള ആളുകളായിരിക്കും. വിനയത്തിന്റെ നിർഗുണങ്ങളാകുന്ന ആളുകൾക്ക് എപ്പോഴും നല്ല അറിവുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാവുകയും
അതുകൊണ്ട് അത്തരത്തിലുള്ളതാകുന്ന വിനയം നമ്മൾ കൈമുതലാക്കുക, നമ്മൾ അറിവുള്ളവരാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.